അന്ന് ഓടിച്ച വണ്ടി ബ്രീസ. അതെ. ഇപ്പൊ ഓടിക്കുന്ന വണ്ടി ഏതാ? ഡിഫൻഡർ. ലൈഫിൽ എന്ത് ചെയ്യണമെങ്കിലും നമ്മളതിൻ്റെ ടൈം ഒന്നും നോക്കണ്ട. നിങ്ങൾ ഇപ്പം 70ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 80ാമത്തെ വയസ്സെന്ന് പറഞ്ഞിട്ട് അതും അതിൻ്റെ ഒരു കാൽക്കുലേഷനിലേക്ക് പോകണ്ട. നിങ്ങൾ ഇന്ന് മുതൽ അതിൻ്റെ പണിപ്പുരയിലേക്ക് വരിക. ഇവരിത്രയും പ്രോപ്പർട്ടി, അവരൊരു 3-3.5 ഏക്കർ സ്ഥലവും ഇവരൊരു 35,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാൻ ആ സിസ്റ്റേഴ്സ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ തീരുമാനം എടുക്കുക. അപ്പം പിന്നെ അതിനകത്ത് അപ്പുറത്തേക്ക് നമുക്ക് ജീവിതത്തിൽ വേറെ എന്ത് കിട്ടും പറഞ്ഞൊരു മൂവിയാണ്. ഞാനാണ് ഇതിൻ്റെ അമ്പയർ. താങ്കളാണോ അപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാനല്ല തീരുമാനിക്കുന്നത്. അത് തീർച്ചയായിട്ടും എൻ്റെ ഫൈനൽ അമ്പയർ ഞാനാണ്. അപ്പോൾ അത് ധ്യാൻ ശ്രീനിവാസനും അജി വർഗീസും. ഞാൻ ഈ കോളേജിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ എടുത്തിങ്ങനെ നോക്കി കോളേജ് തുടങ്ങാൻ. കോവിഡ് സമയത്താണ് നമ്മൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ലല്ല, കോവിഡിന് മുമ്പ് ഞാനൊരു ഒരു കോളേജ് മധുരയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ 1-2 ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. അവിടെ പ്രൊഫഷണൽ കോഴ്സ് 1-2 കോഴ്സുകൾ, ഏവിയേഷൻ, ഫോറൻസിക് ഒക്കെ നമ്മൾ 1-2 കോഴ്സുകളൊക്കെ അവിടെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 150 സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. അപ്പം നമുക്ക് നമ്മുടെ ഒരു എയിം എപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് ഒരു കോളേജ് തുടങ്ങുക എന്നുള്ളത്. അപ്പം നമുക്ക് എന്തായാലും അത്രയും വലിയ ഹ്യൂജ് എമൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിങ്ങനെ പറഞ്ഞു, അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജിന് നമുക്കിപ്പം അങ്ങനെ വലിയ കാരണം ഗവൺമെൻറ് ഫസ്റ്റ് നമ്മളൊരു കോളേജ് തുടങ്ങുമ്പോൾ ആദ്യം വേണ്ടത് ഗവൺമെൻറ് ഓർഡറാണ്, ഗവൺമെൻറ് ജിയോ. അതായത് ഇപ്പം നമുക്ക് അത് തരുന്നത് ഇപ്പോഴും നമ്മൾ പിന്നെ DME ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ് ആദ്യം നമുക്ക് ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ ഒരു ജിയോയുടെ സർട്ടിഫിക്കറ്റ് അത് കൊണ്ടിട്ട് വേണം നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പോകാൻ. അപ്പം ഞാൻ ഈ നമുക്ക് ബിൽഡിങ്ങും ലാൻഡും ഒക്കെ എല്ലാം വേണം, മതി. അത് അതിനകത്തൊരു ഞാനിത് ഇങ്ങനെ എടുത്തു ഇതിൻ്റെ ഒരു റൂൾസ് ഇങ്ങനെ വായിച്ച് നോക്കുമ്പം അതിനകത്ത് ഒന്നിൽ അവർ പറയുന്നത് നമ്മൾ ട്രസ്റ്റാണ് ആദ്യം വേണ്ടത്. കാരണം ഇന്ത്യയിൽ ഒരിക്കലും എഡ്യൂക്കേഷൻ ഒരു ഒരു ബിസിനസ് അല്ല, നമ്മളൊരു സർവീസ് സെക്ടറാണ്. നമുക്ക് ബിസിനസ്സായിട്ട് ഒരിക്കലും അതിനെ കാണാനോ അല്ലെങ്കിൽ അങ്ങനെ എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു സർവീസാണല്ലോ. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ മാത്രം നടത്താൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അത് തന്നെയാണ് ഇപ്പോഴും എല്ലാ കോളേജുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ട്രസ്റ്റോ സൊസൈറ്റിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കോളേജ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ട്രസ്റ്റ് സൊസൈറ്റി ആദ്യം ഒരെണ്ണം നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഒരു 33 ഇയേഴ്സിന് നമുക്കൊരു ലീസ് ബിൽഡിങ്ങും ലാൻഡും നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റിൻ്റെ പേരിൽ ഓൺ ബിൽഡിങ് വേണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഈ ഒരു ജിയോയുടെ ഒരു വിഷയം ഈ ഒരു 3-4 അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സിന് ബാധകമല്ലായിരുന്നു. അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് തന്നെ കുറച്ച് കോഴ്സുകൾക്ക് അഫിലിയേഷൻ ഡയറക്റ്റ് കൊടുക്കണം. അതായത് അവർക്ക് ഗവൺമെൻറ്റിലേക്ക് പോകണ്ട, നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സിന് വേണ്ടിയിട്ട് ഞാനന്ന് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അന്ന് അവിടെ നിന്നൊരു VCയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവർ ഓക്കെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഹോസ്പിറ്റൽ സ്വന്തമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളൊരു ഹോസ്പിറ്റൽ എന്നറിയാലോ, ഒരു 100 ബെഡ് ഹോസ്പിറ്റലെങ്കിലും മിനിമം വേണം, ഒരു 50 CR എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 100 ബെഡ് ഹോസ്പിറ്റൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരിക്കലും നമുക്ക് ഒരു 100 ബെഡ് ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് തുടങ്ങാൻ സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല. അതിലൊന്നും ചിലപ്പോൾ നമുക്ക് കോളേജിൽ ലാൻഡ് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്താണ് അതിൻ്റെ ഒരു പോംവഴി എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പം വീണ്ടും ഇതിൻ്റെ ഒരു നോംസൊക്കെ എടുത്തിങ്ങനെ വായിച്ചപ്പം അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, ഒന്നുകിൽ ട്രസ്റ്റിന് ഓൺ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇനി ട്രസ്റ്റീസിനൊരു ഹോസ്പിറ്റൽ. അപ്പം നമുക്കൊരു അതിനകത്തൊരു വഴി കിട്ടി, ഒരു ട്രസ്റ്റീസിനൊരു ഹോസ്പിറ്റൽ. അങ്ങനെ ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു തമിഴ് നാട്ടുകാരനായിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയോട് പറഞ്ഞു, സാർ ഇതുപോലെ ഞാനൊരു കോളേജ് ഇടാൻ പോവുകയാണ്, എനിക്ക് ബാക്കിയെല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ താങ്കൾ എൻ്റെ കൂടെ നിന്നാൽ, താങ്കൾ എൻ്റെ കോളേജിൻ്റെ ഡയറക്ടറായാൽ താങ്കൾക്ക് എനിക്ക് എൻ്റെ കോളേജിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസിനെയും എവറി ഡേ താങ്കൾക്ക് ഞാൻ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി കുറച്ച് കുട്ടികളെ വെച്ച് തരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹോസ്പിറ്റൽ നടത്തുന്നവർക്ക് ഒരു 10-20 പേര് സ്റ്റാഫായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അവർക്കൊരു വലിയ ഒരു ഇതാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അതിനുവേണ്ടി ഞാൻ പറഞ്ഞു താങ്കൾ അതിനകത്ത് വേറെ ഒന്നുമില്ല, താങ്കൾ എൻ്റെ ഒരു ട്രസ്റ്റിലെ ഒരു മെമ്പറാക്കും ഞാൻ, അതേപോലെ എനിക്ക് ഇൻസ്പെക്ഷൻ ടൈമിലെല്ലാം താങ്കൾ എൻ്റെ കോളേജിൽ വരണം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായപ്പോൾ അവർക്ക് അതിനകത്ത് ഒരു ബാധ്യതയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുകൂടാതെ തന്നെ താങ്കളുടെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ 100 ബെഡിന് നമുക്ക് ഇതിനകത്തൊരു ഒരു എമൗണ്ട് നമ്മൾ എപ്പോഴും ഗവൺമെൻറ്റിന് നമ്മൾ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അടയ്ക്കണം. അതായത് നമ്മുടെ ഒരു പൊല്യൂഷൻ കൺട്രോളും വേസ്റ്റ് മാനേജ്മെൻറ്റും അതേപോലെ ഒരു പെർ ബെഡിനാണ് അടയ്ക്കേണ്ടത്.
100 ബെഡിൻ്റെ എമൗണ്ട് എല്ലാ മാസവും ഞാൻ തന്നെ പേ ചെയ്തോളാം. ഓ, അപ്പോൾ അവർക്ക് ഈ വേസ്റ്റ് പിന്നെ എടുക്കുന്നതും അതിൻ്റേതായിട്ട് ഒരു ബെഡിന് മിനിമം ഒരു 30,000 അടുപ്പിച്ചൊരു എമൗണ്ട് ഒരു മാസം നമുക്ക് ചിലവ് വരും. ഓക്കെ. പക്ഷേ എങ്കിലും എനിക്ക് വിഷയമില്ല. കാരണം നമ്മൾ ഈ സ്റ്റുഡൻസ് തന്നെ 12,000 പെർ ഇയർ നമുക്ക് അവർ ഒരു സ്റ്റുഡൻറ്റ് തന്നെ നമുക്ക് അവർക്ക് ക്ലിനിക്കൽ ചാർജ് എന്ന് പറഞ്ഞിട്ട് അടയ്ക്കും. അപ്പം ഞാൻ ഈ ക്ലിനിക്കൽ വേസ്റ്റിൻ്റെ എമൗണ്ട് ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളി നമ്മുടെ ട്രസ്റ്റിൽ മെമ്പറായി. നമുക്ക് 50 കോടി എടുക്കാനില്ലല്ലോ, നമുക്ക് ഇതേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ ഇന്നും ആർക്കും അറിയാത്തൊരു സീക്രട്ട് ആണത്. പിന്നെ ആരോടും പറയണ്ട കേട്ടോ. എങ്ങനെ ഞാൻ ആ ഒരു മേഖലയിലേക്ക് എനിക്ക് എങ്ങനെ നമ്മുടെ നാക്കാണ്. അതെ, തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ചു നമുക്ക് വേണമെങ്കിൽ പുള്ളിക്ക് ഒരു ദോഷം ഉണ്ടാവുന്നില്ല, പുള്ളിക്ക് ഡെയിലി ഗുണങ്ങളേ ഉള്ളൂ, പുള്ളിക്ക് പ്രയോജനമേ ഉള്ളൂ. പുള്ളിക്ക് ഇപ്പം അന്ന് 50 ബെഡായിരുന്നത് 100 ബെഡാക്കി, 100 ബെഡ് ആക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്ന പുള്ളിക്ക് ഇപ്പം എൻ്റെ ട്രസ്റ്റിൽ നിന്നോട് പുള്ളിക്ക് ഒരു ദോഷം അന്നും വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ഓൺ ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് തുടങ്ങി, എന്നാൽ പോലും പുള്ളിയും ഞാനും അത് റൺ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കൊരു ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തല്ലേ. അപ്പോൾ നമ്മളതെന്നും ഇനി എത്ര ദൂരെ പോയാലും നമ്മൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ കാണും. അതേപോലെ തന്നെ എനിക്ക് കുറേ പേരോട് ഒരു ഇറ്റാലിയൻ കോൺഗ്രേഷൻ ഒരു സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഒരു സൈക്രഡ് ഹെഡ് കോൺവെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആലുവയിലുള്ള. അപ്പം എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു ബിൽഡിങ് ലീസിന് തരുന്നത് സിസ്റ്റേഴ്സാണ്, തെങ്കാശിയിൽ. അപ്പം അതിങ്ങനെ അവരൊരു കോൺവെൻറ്റ് പണിഞ്ഞതാണ്. അവിടെ ഒരു സ്കൂളുണ്ട്, സെയിൻറ്റ് ജോസഫ്സ് എന്ന് പറഞ്ഞിട്ട് സ്കൂളുണ്ട്. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് അവരൊരു ഹോസ്റ്റലും കോൺവെൻറ്റും കൂടെ പണിഞ്ഞു. പക്ഷേ അവിടെ അവർ ഉദ്ദേശിച്ച രീതിയിൽ റിമോട്ട് ഏരിയ കുറച്ചകത്തോട്ടാണ്. ഇന്ന് അവിടെ വളരെ ഡെവലപ്പായി. അപ്പം അവർ ആ ഒരു 35,000 സ്ക്വയർ ഫീറ്റിൽ അവർ ബിൽഡിങ് പണിഞ്ഞിട്ട് അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ അതിനകത്തൊരു പിന്നെ ആൾക്കാരെയൊന്നും കിട്ടിയില്ല. അപ്പം അവർ ഇതുപോലെ യാദൃശ്യമായിട്ട് ഈ ഒരു അച്ഛൻ നമ്മളിങ്ങനെ എൻ്റെ പിന്നെ രാജേഷ് വൈലിങ്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാദർ യാദൃശ്യമായിട്ട് ഞങ്ങൾ വഴിയിൽ വെച്ച് ഇങ്ങനെ ഞാൻ ലിഫ്റ്റ് ചോദിച്ച് പുള്ളിയുടെ കയറി ഇങ്ങനെ പോയപ്പം പുള്ളിയാണ് എന്നോട് ചോദിക്കുന്നത്, ബിനു ഇപ്പം താങ്കൾ എന്ത് ചെയ്യുന്നു? അപ്പം എനിക്ക് അന്ന് ഞാൻ വളരെ ഒരു വിഷമത്തിൽ, കാരണം എൻ്റെ ഒരു കാറ് ഞാനിങ്ങനെ അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്, ഒരു സച്ചിൻ എന്ന് പറഞ്ഞൊരു ഫിലിമിൻ്റെ. അപ്പം ഞാൻ ആ ഒരു ഫിലിമിൽ ഞാൻ എൻ്റെ കാറ് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് ഞാൻ അന്നത്തെ ദിവസം വഴിയിൽ ആ ഒരു 11 പാലം ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുക. ഇവർ ഈ വണ്ടി തിരിച്ചു തരുന്നത്, കാരണം ഇവർ ഇതിനകത്തൊരു കണ്ടിന്യൂറ്റി ഷൂട്ട് കിടക്കുക. അപ്പം ഞാനിങ്ങനെ ഒരുപാട് വണ്ടി കൈ കാണിച്ചു, ഒന്ന് നിർത്തി, എനിക്ക് പൊല്ലൂർ വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഫാദർ വരുന്നത്. ഫാദറാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എല്ലാ വണ്ടിയും കൈ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ വണ്ടി കൈ കാണിച്ച് ഇത് കുറച്ച് മുമ്പോട്ട് പോയി ഫാദർ അവിടെ നിർത്തി. ആ കാർ അവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നിമിത്തമാണ്. തീർച്ചയായിട്ടും. അതിന് ഉപയോഗിച്ചിരുന്ന വണ്ടി അന്ന് ബ്രീസയാണ്, 1000 നമ്പർ, 1000 നമ്പറായിരുന്നു അതിൻ്റെ. അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടി കൈ കാണിച്ചു. കുറച്ച് അച്ഛനിങ്ങനെ, അച്ഛനാണെന്ന് എനിക്കറിയില്ല, ഒരാൾ കുറച്ച് മുമ്പോട്ട് നിന്ന് ബുള്ളറ്റ് നിർത്തി, ഞാൻ നേരെ അതിൻ്റെ ബാക്കിൽ കയറി. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പുള്ളിക്കാരൻ എന്നോട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാനൊരു സിനിമ, എന്താ താങ്കൾ? ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ റോളൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പം എന്താ താങ്കൾ ഇതിനകത്ത്? ഞാൻ പറഞ്ഞു ഇതൊരു ക്രിക്കറ്റ് ബേസ് ചെയ്തതാണ്, സച്ചിൻ എന്ന് പറയുന്നൊരു മൂവിയാണ്, ഞാനാണ് ഇതിൻ്റെ അമ്പയർ. ഓ, താങ്കളാണോ അപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാനല്ല തീരുമാനിക്കുന്നത്. അഭിനയിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എൻ്റെ ഫൈനൽ അമ്പയർ ഞാനാണ്. അപ്പോൾ അത് ധ്യാൻ ശ്രീനിവാസനും അജി വർഗീസും അങ്ങനെയുള്ള ഒരു കുറേ ടീം ഷൂട്ടൊക്കെ നടന്ന ഇന്നലത്തെ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അതെ. അപ്പം ഞാൻ അന്ന് ഓടിച്ച വണ്ടി ബ്രീസ. അതെ. ഇപ്പൊ ഓടിക്കുന്ന വണ്ടി ഏതാ? ഡിഫൻഡർ. അത് ഒരാഗ്രഹങ്ങളല്ലേ നമ്മളിപ്പം. ഞാൻ എല്ലാം അത് ഞാൻ കഥയിലേക്ക് അങ്ങനെ പിന്നെ അദ്ദേഹം ഇങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, ഓക്കെ താങ്കൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അങ്ങനെ ജോലി എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, പിന്നെ ഇങ്ങനെ 1-2 കോളേജുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിൽ നിന്ന് അവർ തരുന്ന കുറച്ച് ഇതുകൊണ്ടൊക്കെ ഞാനിങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പം താങ്കൾക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല? എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ഒരെണ്ണം ഇടാനുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് ഞാൻ മധുരയിലൊരു ലീസ് കോളേജ് എടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് നടത്തുന്നുണ്ട്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അച്ഛനെ, അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും താങ്കൾക്കൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ എന്ത് ചെയ്യണമെങ്കിലും നമ്മളതിൻ്റെ ടൈം ഒന്നും നോക്കണ്ട. നിങ്ങൾ ഇപ്പം 70ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 80ാമത്തെ വയസ്സെന്ന് പറഞ്ഞിട്ട് അതും അതിൻ്റെ ഒരു കാൽക്കുലേഷനിലേക്ക് പോകണ്ട. നിങ്ങൾ ഇന്ന് മുതൽ അതിൻ്റെ പണിപ്പുരയിലേക്ക് വരിക. ഞാൻ അപ്പം ചോദിച്ചു അച്ഛൻ, അപ്പം ഞാനൊരു വൈദികനാണ്, ഞാൻ MBA പഠിച്ചു.
MBA കഴിഞ്ഞു, ബാംഗ്ലൂർ എനിക്ക് നല്ല ജോലിയായി. അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ എന്നോട് പറഞ്ഞതാണ്, അതുപോലെ നമ്മൾ ഇത്രയും പഠിച്ചിട്ടും എനിക്കിന്ന് നല്ലൊരു ബിസിനസ്മാൻ ആവുമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ നല്ലൊരു ഫാമിലി കാര്യങ്ങളൊക്കെ വെച്ച് നന്നായിട്ട്, പക്ഷേ ഞാൻ ആലോചിച്ചു ഞാൻ എന്തിനൊരു മനുഷ്യനായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നു. നമ്മൾ നാളെ ഇവിടുന്ന് പോയാലും നമ്മൾ ഒരു കയ്യൊപ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു കയ്യൊപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫാദർ ആയതെങ്കിൽ പോലും ഞാൻ ഇന്ന് അൻപുല്ലോ എന്ന് പറയുന്ന ഒരു ഓർഫണേജ് നടത്തുകയാണ് തെങ്കാശിയിൽ. ഏകദേശം 200ഓളം മെൻ്റലി ഡിസോർഡർ ആയിട്ടുള്ള, അതായത് നമ്മൾ വഴിയിലൊക്കെ കിടക്കുന്ന നമ്മുടെ അതേപോലുള്ള ആൾക്കാരെയൊക്കെ എടുത്തിട്ട് വന്ന് അവരെ വളരെ നന്നായിട്ട് പുള്ളിക്കാരെ ശുശ്രൂഷിച്ച് അത് ഒരു പുനരധിവസിപ്പിക്കുന്നൊരു സ്ഥലമാണ്. തെങ്കാശിയിൽ വടകര എന്ന് പറയുന്ന സ്ഥലത്ത് അൻപുല്ലോ എന്ന് പറഞ്ഞിട്ട് വലിയ. അപ്പം എന്നോട് പറഞ്ഞത് താങ്കൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പം പിന്നെ ഈ പറയുന്ന പോലെ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഈ ഒരു ഇൻസ്പയറായി. കാരണം പുള്ളിയുടെ കുറേ വാക്കുകൾ. അപ്പം പുള്ളി എന്നിട്ട് ഇതുപോലെ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ നേരെ ഈ അൻപുല്ലത്തിൽ അച്ഛൻ പിന്നെ വന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ അന്ന് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ, ഒരു 10,000 രൂപ കണ്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. കാരണം അച്ഛൻ അത്രയ്ക്കും നമ്മൾ ഒരുപാട് അച്ഛന്മാരെയൊക്കെ നമുക്ക് പരിചയമുണ്ട്. അപ്പം എന്നാൽ പോലും നല്ല രീതിയിൽ കോളേജും സ്കൂളും ഒക്കെ നടത്തി ബിസിനസ് നടത്തുന്ന അച്ഛന്മാരെ എനിക്കറിയാം. അതേപോലെ ജീവിതം ഒരു വൈദിക വൃത്തി എന്ന് പറയുന്നത് എന്താണെന്ന് ഇതേപോലെയുള്ള അച്ഛന്മാരുമുണ്ട്. അപ്പം ഒരിക്കലും നമ്മളൊരു വൈദികനാകുന്നത് തന്നെ ഒരു സന്യസ്ത രീതിയിലേക്ക് പോവുകയാണ്. അതായത് ഒന്നുകിൽ നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു ആത്മാവിൻ്റെ ഒരു അത് കൂടാതെ മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്യുക. ഈ 2 കാര്യങ്ങളിലേക്ക് വന്ന ഒരു സന്യസ്ത ജീവിതത്തിലോട്ട് വന്ന ഒരാൾ പിന്നെ ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഒരുപാട് കോളേജുകളും സ്കൂളുകളും ഇന്ന് പല സഭകൾക്കും നമുക്കിന്ന് ഞാൻ കാണാറുണ്ട്. പക്ഷേ അവിടെ എല്ലായിടത്തും അവർ ഈ പറയുന്ന പോലെ പിന്നെ ഒരാൾ പോലും പിന്നെ അതൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് നടത്തുന്നതൊന്നും ഞാൻ ഉണ്ട്, ഇല്ലെന്നല്ലേ പറയുന്നത്, കുറേ ഉണ്ട്. എങ്കിലും കുറേ എടുത്ത് ബിസിനസ് ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ ചെയ്തു അവരുടെ സഭ വളർത്തുന്നു, അല്ലെങ്കിൽ അവരുടെ സഭയുടെ ബ്രാഞ്ചുകൾ തുടങ്ങുന്നു എന്നല്ലാതെ നമ്മൾ ഒരിക്കലും എനിക്ക് അതിനെ വ്യത്യസ്തനായിട്ട് ഈ അച്ഛനെ തോന്നും. കാരണം അച്ഛൻ്റെ ജീവിത രീതികളാണെങ്കിൽ പോലും അച്ഛൻ പിന്നെ ആഹാരം അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നു, അവരെ പരിപാലിക്കുന്നു, അവർക്ക് വേണ്ടി ജീവിക്കുന്നു, സ്വന്തം മക്കളെ പോലെ അച്ഛൻ കരുതുന്നു എന്നൊക്കെ കണ്ടപ്പോൾ എനിക്കത്, കാരണം നമ്മൾ തന്നെ ഒന്നുമല്ലാതായി പോകും. അതായത് ജീവിതത്തിൽ നമ്മൾ എന്തിന് ഇതുവരെ ഇവിടെ ജീവിച്ചു എന്ന് തന്നെ നമ്മുടെ ചിന്താഗതികളെ മാറി. അപ്പം അച്ഛനെങ്ങനെ കുറച്ച് നേരം എന്നെ സംസാരിച്ചു. അങ്ങനെ ആ ഒരു ഏരിയ നല്ലൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിനക്ക് ഇതുപോലെ ഇവിടെ ഒരു കോൺവെൻറ്റ് സിസ്റ്റേഴ്സ്, അവിടെയുള്ള കുറേ സിസ്റ്റേഴ്സ് ഇവിടെ വർക്കിന്, അതായത് ഈ അൻപുല്ലത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ഒരു കോൺവെൻറ്റ് കുറച്ച് സിസ്റ്റേഴ്സേ ഉള്ളൂ. അപ്പം നിനക്ക് വേണമെങ്കിൽ അവരുടെ ഒരു പോർഷൻ വേണമെങ്കിൽ വിട്ടുതരാം. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ അവിടെ എടുത്ത് ചെയ്തോ, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ശരി അച്ഛൻ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പോയി അവരോട് സംസാരിച്ചു. അപ്പം അവർ ഇറ്റാലിയൻ കോൺഗ്രേഷൻ ആയതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് അവർക്ക് ഓർഡർ കിട്ടാതെ അവർക്കൊരു തീരും. പ്രത്യേകിച്ച് ഞാനൊരു അൽമായനാണ്. പ്രത്യേകിച്ച് നമ്മൾ അച്ഛനോ അല്ലെങ്കിൽ നമ്മൾ സഭയൊന്നും അല്ലല്ലോ. ഞാൻ മലങ്കര ഒരു കാത്തലിക്സ് ആണെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളൊരിക്കലും പിന്നെ സഭയുടെ അണ്ടറിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ അവരങ്ങനെ പുറത്തൊരു പാർട്ടിക്ക് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ ഒരു പ്രയാസമാണ്. പക്ഷേ അങ്ങനെ ഒരു ദിവസം ഞാൻ യാദൃശ്യമായിട്ട് നിന്നപ്പം ഒരു 5 വർഷത്തിലൊരിക്കൽ ഇറ്റലിയിൽ നിന്ന് ആ ഒരു സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ അവർ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഭാഗ്യത്തിനാണോ അതായത് ദൈവത്തിൻ്റെ ഒരു ഇതുപോലെ അവർ അത്രയും ആ ഒരു ഇറ്റാലിയൻ സിസ്റ്റേഴ്സ് അവർ നമ്മുടെ ആ ഒരു മഠം സന്ദർശിക്കാൻ വേണ്ടി വരിക. ഞാൻ അവിടെ ചെല്ലുന്ന ദിവസം പ്രപഞ്ചം പോലും കൂടെ നിന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം. ഞാൻ അവിടെ അന്ന് ആ ഒരു പിന്നെ ഹോസ്റ്റലിൽ ഞാൻ അവിടെ ചെല്ലുമ്പം നോക്കിയപ്പം പുറത്ത് കുറച്ച് മദാമ്മമാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, കുറേ ആൾക്കാർ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് പോയിട്ട് പിന്നെ ഞാൻ വെച്ചാൽ എന്താ വിഷയം, അത് ഇറ്റലി എന്നുള്ള സിസ്റ്റേഴ്സ് നേരിട്ട് ഇവിടെ ഈ പിന്നെ സുപ്പീരിയർ സിസ്റ്റേഴ്സ് ഉണ്ട്, അവർ നേരിട്ട് വരികയാണ്. അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് സംസാരിച്ചിട്ട് ഇനി എന്തായാലും ഇങ്ങോട്ട് ഇനി ഒരു വഴി യെസ് ഓർ നോ, കിട്ടുന്നെങ്കിൽ കിട്ടട്ടില്ലെങ്കിൽ ഇല്ല.
എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അവിടെ അന്ന് റോസ്ലി എന്ന് പറഞ്ഞൊരു സിസ്റ്ററായിരുന്നു. ഓക്കെ. പുള്ളിക്കാരി ഒരു നല്ല, അതായത് കോട്ടയത്താണെന്ന് തോന്നുന്നു. നല്ലതായിട്ട് തന്നെ എന്നെ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് അത്രയും ഏടാ മോനെ എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഒരു ഡീപ്പ് ഒരു അമ്മയുടെ തന്നെ ഒരു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ പറഞ്ഞു, ഇതുപോലെ ഞാൻ ഇങ്ങനെ ഒരു ആശയം എനിക്കുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ, ഞാൻ പറയാം എനിക്ക് കോളേജാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞങ്ങളും ടീച്ചിങ് സിസ്റ്റേഴ്സാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇവരകത്ത് പോയി ഇറ്റാലിയൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു. അവർ ഉച്ചയ്ക്ക് തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഓക്കെ. അങ്ങനെ എനിക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് ഒന്നും അറിയില്ല. അപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം എന്നോട് അവർ ഇരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ മധുരയിൽ എനിക്കൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇന്ന കോഴ്സുള്ള. ഓക്കെ, അപ്പോൾ താങ്കൾ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു ഇതുപോലെ മെഡിക്കൽ കോഴ്സുകളാണ് എനിക്ക് താല്പര്യം. അവർ പറഞ്ഞു ഓക്കെ ശരി. അപ്പം അവർ 5-6 പേരുണ്ടായിരുന്നു. 5-6 പേരും ഓക്കെ പറഞ്ഞു. ഓക്കെ. ഇങ്ങനെ ഒരു രീതിയിൽ അവർ ഓക്കെ പറയാതൊരിക്കലും എനിക്കത് രജിസ്റ്റർ ചെയ്ത് തരത്തില്ല. കാരണം ഒരു പ്രോപ്പർട്ടി എൻ്റെ ട്രസ്റ്റിന് രജിസ്റ്റർ ചെയ്ത് തരാതെ നമുക്ക് റെൻറ്റിന് 1 വർഷത്തേക്ക് എടുത്താൽ ഒരിക്കലും കോളേജ് നടത്താൻ പറ്റത്തില്ല. നമുക്കൊരു ലോങ് ടൈമിലേക്ക് മിനിമം 5 to 32 years വരെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കോളേജിന് ആ ഒരു റൂൾസ് പ്രകാരം ഇതാവത്തുള്ളൂ. ഇവരിത്രയും പ്രോപ്പർട്ടി, അവരൊരു 3-3.5 ഏക്കർ സ്ഥലവും ഇവരൊരു 35,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാൻ ആ സിസ്റ്റേഴ്സ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ തീരുമാനം എടുക്കുക. അപ്പം പിന്നെ അതിനകത്ത് അപ്പുറത്തേക്ക് നമുക്ക് ജീവിതത്തിൽ വേറെ എന്ത് കിട്ടാനാണ്? റെന്റൽ അഗ്രിമെന്റ് രജിസ്ട്രേഷൻ, റെന്റൽ അല്ല, ലീസ് എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുന്ന സെറ്റപ്പ് അല്ല. അപ്പം ആ ഒരു സംഭവം തന്നെ ഞാൻ ആലോചിച്ചു. അപ്പം എന്തൊക്കെയോ ജീവിതത്തിൽ നടക്കാനുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ആ ഒരു ടൈമിൽ ഞാൻ അവിടെ ചെല്ലുന്നത്. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളവിടെ ചെന്നു. അവർ എൻ്റെ ഫാദർ മരിച്ചു പോയിരുന്നു. അപ്പോൾ ഫാദറിൻ്റെ പേര് വർഗീസ്. അങ്ങനെ ഞാൻ ഗീവർഗീസ് പുണ്യാളൻ്റെ എൻ്റെ ഫാദർ എല്ലാം ബിനു പി വർഗീസ് എന്നാണ്. അപ്പോൾ ഗീവർഗീസ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, അതാണ് എൻ്റെ ട്രസ്റ്റിൻ്റെ നെയിം. അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ പേരിൽ നമ്മൾ ആദ്യം ആ ഒരു ലാൻഡും ഇതും ലീസിന് ഞാൻ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് കൊടുത്തുകൊണ്ട് മന്ത്ലി ഒരു റെൻറ്റ് പോലൊരു എമൗണ്ട് കൂടെ പറഞ്ഞ് ഞാനത് ലീസിന് എഗ്രിമെൻറ്റ് ചെയ്യുക. ഈ ലീസ് എഗ്രിമെൻ്റ് കൊണ്ടാണ് ഞാൻ ആദ്യം യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുന്നത്. അപ്പോൾ അന്ന് അവർ യൂണിവേഴ്സിറ്റി ഓക്കെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ പിന്നെ ഓരോ ഇൻസ്പെക്ഷനും കാര്യങ്ങളും വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ ചോദിച്ച എല്ലാ പേപ്പറും, കാരണം പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് അവരെല്ലാം പ്രോപ്പർ വേയിലായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അവർക്കൊരു സിസ്റ്റം അങ്ങനെയാണ്. കാരണം DTCP അപ്രൂവൽ എന്ന് വെച്ചാൽ പക്ക DTCP അപ്രൂവലായിരിക്കും. അല്ലാതെ വീടിന് അപ്രൂവൽ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഒന്നുമല്ല. എല്ലാ അപ്രൂവലുകളും അവർക്ക് കറക്റ്റായിരിക്കണം. അതേപോലെ ഫയർ, അതേപോലെ നമ്മുടെ പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി, അങ്ങനെ ഒരുപാട് ബിൽഡിംഗ് അപ്രൂവലിന് ഒരുപാട് പേപ്പറുകൾ, എല്ലാ പേപ്പറുകളും പിന്നെ ഈ ടോയ്ലറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പേപ്പറുകൾ, അതേപോലെ ഫുഡ് സേഫ്റ്റിയുടെ പേപ്പർ എല്ലാം പക്കയാണ്. ഇത് ഫർണിഷ്ഡ് ഓഫീസായിരുന്നു. ഇതൊരു ഹോസ്റ്റലാണ്. അതെ, ഹോസ്റ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റൂമുകളും കുറേ ഡോർമെറ്ററികളും. അത് അപ്പോൾ ഈ ഡോർമെറ്ററികളെല്ലാം എനിക്ക് ക്ലാസ് റൂമുകളാക്കാം.